നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു തിരുവചന ഭാഗം ഞാൻ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രിയ എബി ആ വേദഭാഗം ഒന്ന് വായിപ്പാൻ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. വായിച്ചാൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. മതി. പ്രാർത്ഥിക്കത്താവേ, നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഈ വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഞങ്ങളുടെ വായിക്കുവാനിടയായി തീർന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ സൂമിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തന്ന ഒരു ആലോചനയാണ് ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹൈ മൗണ്ടൻ എന്നുള്ളതാണ്, ഉയർന്ന മല എന്നുള്ളതാണ്. കർത്താവ് നമുക്കറിയാം തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട്, ഒന്നാമത്തെ വാക്യം, പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ കർത്താവ് ഈ ഉയർന്ന മലയിലേക്ക് പോകുവാൻ കാരണമായി? നമുക്കറിയാം, ഈ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ മരുഭൂമിയിൽ 40 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിശാച് യേശുവിനെ പരീക്ഷിപ്പാൻ അടുത്തു വന്നു. കർത്താവിന്റെ പ്രാർത്ഥനകൾ ഏറി പങ്കും മലയിലായിരുന്നു. 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ മലയിൽ കയറി പുരുഷാരത്തോട് തിരുവായ് മൊഴിയായി സംസാരിച്ചു. അവൾ എപ്പോഴും യേശുവിന് ഒരാഗ്രഹമുള്ളത് മലയെന്ന് പറയുമ്പോൾ ഉയർന്ന ഒരനുഭവമാണ്. എപ്പോഴും താഴ്വരയിൽ നമുക്കറിയാം ഒരു ഉയർന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യത്യാസമുണ്ട്. താഴ്വരയിൽ എപ്പോഴും ശബ്ദമാണ്, ശബ്ദകോലാഹലങ്ങളാണ്. എന്നാൽ ഉയർന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ ഉയരത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പൈശാചിക കേന്ദ്രങ്ങളൊക്കെ ഉയർന്ന തലങ്ങളിൽ അതിൻ്റെ ആദിവാസം അല്ലെങ്കിൽ അതിൻ്റെ ആ കുടിയിരിപ്പിന്റെ ശക്തികൾ അധിവസിക്കുന്നത്. അപ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ, അങ്ങനെ കുടിയിരിപ്പിന്റെ ശക്തികൾ അധിവസിക്കുന്ന ചില മണ്ഡലങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ. ഞാൻ ആ ഉയർന്ന മലയിൽ മാത്രമാണ് ദൈവസാന്നിധ്യം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ഹൈ മൗണ്ടൻ, ഒരു ഉയർച്ചയുടെ, ആത്മീയ ഉയർച്ചയുടെ ചില മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് അവിടെ കർത്താവിന്റെ സാന്നിധ്യം ധാരാളമായി ഇറങ്ങി വരുന്നത്. നമ്മളെല്ലാവരും മലയിൽ പോകണമെന്നല്ല പറഞ്ഞത്. ഉദാഹരണത്തിന്, നമ്മൾ ആത്മീയമായി താഴ്വരയുടെ അനുഭവത്തിൽ നിന്ന്, താഴ്ചയുടെ അനുഭവത്തിൽ നിന്ന് ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് പോകുമ്പോഴാണ് വലിയ ദൈവസാന്നിധ്യം ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പിന്നെ യേശു എന്റെ പിന്നാലെ വരുവാൻ, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പം യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നൊരു ദൈവവൈതല് തന്റെ ക്രൂശ് എടുത്ത് തന്നെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. കർത്താവ് പറയാണ്, ആരെങ്കിലും തന്റെ ജീവനെ
രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നാം നിമിത്തം ആരെങ്കിലും ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നേടുന്നില്ലെങ്കിൽ അവൻ എന്താ പ്രയോജനം? വിശ്വാസിയാണെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ട് തന്റെ ആത്മാവിനെ നേടാതെ ലോകത്തിന്റെ ഉള്ളതിനെ നേടിയാൽ അവൻ എന്താണ് പ്രയോജനം? അതിനെ കളഞ്ഞാൽ, തന്റെ ക്രൂശെടുത്ത് ദൈവനാമ നിമിത്തം ആ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ എന്ത് ചെയ്യും? നേടും. ഞാൻ ആ ഭാഗങ്ങളിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്ന് വായിച്ചല്ലോ, 6 ദിവസം കഴിഞ്ഞിട്ട് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം, യേശു ചിലരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാ? എല്ലാരും 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, എല്ലാരും തിരഞ്ഞെടുത്തില്ല. യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും മാത്രമാണ് ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇംഗ്ലീഷ് പറഞ്ഞ ഇങ്ങനെയാണ്, ലെറ്റ് ദം. ദൈവം അവരെ എന്ത് ചെയ്തു? കൂട്ടി. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ഉയർന്ന മലയിലേക്ക് പോകുമ്പോൾ നിന്നെ കൂട്ടുവാൻ ഇച്ഛിച്ചാൽ നീ പറയണം, കർത്താവേ ഞാനും ഉയർന്ന മലയിലേക്ക് വരികയാണെന്ന് പറയണം. ഒന്നാമത്തെ പോയിന്റ്, കർത്താവ് എന്ത് ചെയ്തു? അവരെ കൂട്ടിക്കൊണ്ടുപോയി. രാത്രി പറയണം, കർത്താവേ നിന്റെ സാന്നിധ്യം എവിടെ പോകുന്നോ, നിന്റെ കൃപ എവിടെയുണ്ടോ അവിടേക്ക് ഞാൻ താഴ്വരയിലല്ല, നിന്റെ സാന്നിധ്യം എവിടെ പോകുന്നോ അവിടേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ട് അവിടെ പറയുന്നു, അവൻ തനിച്ച് ശിശുമാരെ കൂട്ടിക്കൊണ്ട് പോയെങ്കിലും മലയിലേക്ക് കയറിയപ്പോൾ എന്ത് ചെയ്തു? അവൻ തനിച്ചാ പോയത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ഹൈ മൗണ്ടൻ നമ്മൾ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ പോലെ ആരും എന്നെ കാണണ്ട, എന്റെ കൂട്ടത്തിലുള്ളവരെ കാണണ്ട, പിന്നെയോ പിതാവുമായി യേശു തനിയെ ഇരിക്കുന്നൊരു അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാവിലെ എന്നോട് ദൈവദാസൻ പറഞ്ഞു, ഫസ്റ്റ് ജോസ് ഡാനിയൽ, ഞാൻ രാവിലെ അരമണിക്കൂർ ഒരു 7 മണിക്ക് ശേഷം ചുമ്മാ അരമണിക്കൂർ അങ്ങനെ ഇരിക്കുക, കർത്താവ് എന്തെങ്കിലും എന്നോട് സംസാരിക്കാം. ഞാൻ കർത്താവിനോട് പറയുന്നില്ല, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നോട് എന്തെങ്കിലും ഇടപെടാൻ ഞാൻ ഇങ്ങനെ അരമണിക്കൂർ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് നിന്നെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? തനിയെ ശേഷിക്കുന്ന ഒരു സമയമുണ്ട്. മകനെ, യാബോക്ക് കടവിന്റെ അരികിൽ വെച്ച് തനിയെ ശേഷിച്ചപ്പോഴാണ് ദൂതൻ വന്ന് അവന്റെ തുടയുടെ തടം തൊട്ട് അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്ത് നിൽക്കുവാൻ ആഗ്രഹം. അപ്പൊ തനിയെ എന്ത് ചെയ്തു? കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ, യേശു കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നീ എന്ത് ചെയ്യണം? കൂടി അങ്ങ് പോണം. യേശുവേ നിന്റെ സാന്നിധ്യം എനിക്ക് മതി. മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ എങ്ങും കൊണ്ടുപോകരുത്, എങ്ങും പുറപ്പെടുവിക്കരുത്. നീ പാടുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം, നീ ശുശ്രൂഷിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവം നിന്നോടുകൂടെ നിന്നെ ശുശ്രൂഷയിൽ കൂട്ടിക്കൊണ്ടുപോകണം. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, കർത്താവ് ട്രാൻസ്ഫിഗറേഡായി, രൂപാന്തരം പ്രാപിച്ചു. മരുമലയിൽ എന്ത് ചെയ്തു? ട്രാൻസ്ഫിഗറേഡായി, ഉയർന്ന രൂപാന്തരപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ചില രൂപാന്തരങ്ങൾ, പ്രത്യേക ഒരു അഭിഷേകങ്ങൾ, പ്രത്യേക ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ആലോചനകൾ നമുക്ക് എന്ത് ചെയ്യും? പ്രാപിക്കുവാനിടയായിത്തീരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ ഉയർന്ന മലയിലേക്ക് പോയപ്പോൾ രൂപാന്തരപ്പെട്ടു. 4, രണ്ടാമത്തെ വാക്യം, അവന്റെ മുഖം ഒരു സൂര്യനെ പോലെ ശോഭിച്ചു. പാസ്റ്റർ ജോസഫ് ഏങ്ങൂര് രാവിലത്തെ പ്രാർത്ഥന നടത്തുമ്പോൾ ഇങ്ങനെ പറയും, നിങ്ങളുടെ മുഖം എങ്ങനെ കരുവാളിച്ചിരിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നത്? പിതാവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യം
യേശുവിന്റെ മേൽ വന്നപ്പോൾ അവന്റെ മുഖം ഒരു സൂര്യനെ പോലെ ശോഭിച്ചു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഹൈ മൗണ്ടൻ, ഉയർന്ന മലയെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖത്തിന്റെ ത്വക്ക് എന്ത് ചെയ്യും? പ്രകാശിക്കും. പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതല് നിരാശപ്പെടുവാൻ, അവൻ താളടിയായി തീരുവാൻ, അവൻ അധപ്പതിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. വചനം പറയുന്നത് ഇങ്ങനെയാണ്: താഴ്ചയല്ല ഉയർച്ച തന്നെ ഭവിക്കൂ, വാലല്ല നിന്നെ തലയാക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. അവൻ സൂര്യനെ പോലെ ശോഭിച്ചു. അടുത്തത്, മോശയും ഏലിയാവും തന്നോട് സംഭാഷിക്കുന്നത് അവർ കണ്ടു. ആരാ? ശിഷ്യന്മാർ കണ്ടു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോശ ഏലിയ അവനോട്, ആരോടാ? യേശുവിനോട് സംഭാഷിക്കുന്നത്. നമുക്ക് ചില കാഴ്ചകൾ കാണാമെങ്കിൽ നമുക്കങ്ങ് കർത്താവിന്റെ അടുക്ക ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിന്റെ തൊട്ട് താഴെ നിന്നാൽ കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ സ്തോത്രം, മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്ന കാഴ്ച ആര് കണ്ടു? ശിഷ്യന്മാര് കണ്ടു. അടുത്തത് പറയുന്നത് അതിന്റെ 4-ാമത്തെ വാക്യം, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, കർത്താവേ, ദൈവസാന്നിധ്യത്തിൽ ഇരുന്നാൽ എത്ര സന്തോഷമാണ്. യഹോവയുടെ സന്തോഷം എൻ്റെ ജീവന്റെ ബലമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നാം ഇവിടെ ഇരിക്കുന്നത് എവിടാ? ഉയർന്ന മലയിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ സാന്നിധ്യം കണ്ടുകൊണ്ട് ആ രൂപാന്തരപ്പെട്ട അനുഭവങ്ങൾ കണ്ട് അവർ പറയുകയാണ്, എനിക്കെങ്ങും പോകാൻ, ഞങ്ങൾക്കെങ്ങും പോകണ്ട, ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിൽ ശിഷ്യന്മാർ പറയുകയാണ്, യാക്കോബും യോഹന്നാനും പത്രോസും പറയുകയാണ്, നമുക്ക് എങ്ങും പോകണ്ട. അവർ പറയാണ്, നമുക്ക് അവിടെ അവരൊരു ദൈവശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പം നമ്മൾ ഉയർന്ന മലയിൽ പോകുമ്പോൾ എന്ത് കാണാൻ സാധിക്കും? ദൈവശബ്ദം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഉയർന്ന മലയുടെ ഉയർന്ന അനുഭവത്തിൽ, ഉയരത്തിന്റെ അനുഭവങ്ങളിൽ, കൃപയുടെ ഉയർന്ന അനുഭവങ്ങളിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് പറയണ, കർത്താവേ, ആ മരുമലയുടെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്ന് കാണാൻ, കർത്താവേ, നിന്റെ ആ അഭിഷേകത്തിന്റെ ആ വലിയ നിറവ് എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 6-ാമത്തെ വാക്യം, ശിഷ്യന്മാർ എന്ത് ചെയ്തു? ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. ചില ദൈവസാന്നിധ്യം അനുഭവിച്ച ഭയപ്പെട്ട് അപ്പം കവിണ്ണു വീഴുന്ന സാഹചര്യം കാണും. ഞാൻ ഊതി വീഴുന്നതിനെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. ഞാൻ ടാബർനാക്കൽ ബൈബിൾ കോളേജിലാണ് ദൈവനെ പഠിച്ചത്. അവിടെ പാസ്റ്റർ ക്ലാരൻസ് ജോൺസൺ ആണ് അത് സ്ഥാപിച്ചത്. ഒരു നീഗ്രോ മിഷണറിയാണ്. അവിടെ കർത്താവിന്റെ ദാസന്മാര്, അവര് വർഷത്തിലൊരിക്കൽ ഈ ദൈവദാസന്മാര് ക്രൂസൈഡ് നടത്താൻ വരും. ഈ ക്ലാരൻസ് ജോൺസൺ ഒക്കെ പ്രസംഗിക്കുമ്പോൾ ദൈവസാന്നിധ്യം കൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. കൂട്ടം നിൽക്കുന്ന ഒരു അഭിഷേകത്താൽ നിറയപ്പെട്ട് വലിയ ആത്മപ്രവാഹം നടക്കും. അനേക രോഗികൾ സൗഖ്യമാകും. അനേക പ്രിയപ്പെട്ടവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യമുള്ളിടത്ത് എന്തുണ്ട്? വലിയ ദൈവത്തിന്റെ കൃപ ദൈവം പകരും.
അവർ കവിണ്ണു വീണു. 7-ാമത്തെ വാക്യം, യേശു അവരെ എന്ത് ചെയ്തു? യേശു അവരെ തൊട്ടു. 7-ാമത്തെ വാക്യം, 17-ന്റെ 7-ാമത്തെ വാക്യം, യേശു അടുത്ത് എന്ന് എന്ത് ചെയ്തു? കവിണ്ണു വീണ. അവര് ഭയപ്പെട്ട് കിടക്കുമ്പോൾ അവരെ തൊട്ടു. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവ് നിന്നെ തൊടുമ്പോൾ, നീ ഉയർന്ന മലയുടെ അനുഭവങ്ങളിലായിരിക്കുമ്പോൾ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിക്കുവാൻ ചില മണ്ഡലങ്ങളിൽ നിന്നെ കൊണ്ടുപോയത്. ദൈവത്തിന് സ്തോത്രം. നീ ധരിച്ചിരുന്ന് പ്രാർത്ഥിച്ചത്, ഉയർന്ന അത് ആത്മീയ അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചത്, നീ ചിലപ്പോൾ ആത്മവിവശതയിലാകും. അതെ, യോഹന്നാൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ കാഴ്ചപ്പാട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത്. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എന്നിട്ട് പറയുകയാണ്, എഴുന്നേൽപ്പീൻ, ഭയപ്പെടണ്ട. യേശു അവരെ കൂട്ടിക്കൊണ്ടുപോയത് അവരെ കിടത്താൻ വേണ്ടിയല്ല, അവര് ഭയപ്പെട്ട് കിടത്താൻ വേണ്ടി. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയട്ടെ, നിന്നെ ചില മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് യേശു പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നെങ്കിൽ, നിന്നെ ശുശ്രൂഷയിലാക്കിയെങ്കിൽ, ചില മണ്ഡലങ്ങളിൽ നിന്നെ കൂട്ടിക്കൊണ്ട് ആത്മീയ അനുഭവത്തിലേക്ക് നിന്നെ പിടിച്ച് അത് കൊണ്ടുപോയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ അർപ്പിക്കട്ടെ, ആ മണ്ഡലങ്ങളിൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാന്, കിടക്കുവാനല്ല, ഭയപ്പെട്ട് കിടക്കുവാനല്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെടുവാനല്ല, നീ യേശുവിന്റെ ആ സാന്നിധ്യം കണ്ടെങ്കിൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, ഞാൻ ഓർപ്പിച്ച പോലെ, താഴ്ചയല്ല, ഉയർച്ച തന്നെ ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ മലയിൽ പോകണമെന്നല്ല പറഞ്ഞത്. തെറ്റിദ്ധരിക്കരുത്. ഹൈ മൗണ്ടൻ, ഉയർന്ന അനുഭവങ്ങൾ, താഴ്വരയിൽ ശബ്ദങ്ങളും കോലാഹലങ്ങളും നിൽക്കുമ്പോൾ നീ ഉയരത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ, ആത്മീയ ഉയരത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ, ദൈവകൃപയുടെ അനുഭവങ്ങളിലേക്ക് പോകുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി ഈ ദിവസത്തിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് ചില ശബ്ദം നിന്നെ കേൾപ്പിക്കും. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. കർത്താവ് നിന്നെ ശക്തീകരിക്കും. കർത്താവിന്റെ കൃപ നിന്നെ മേൽ പകരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ, രഫീദീമിൽ വെച്ച് അമാലേക്യർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. താഴ്വരയിൽ അമാലേക്കിനോട് യോശുവ യുദ്ധം ചെയ്തു. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവയും ചെയ്തു. അമാലേക്കിനോട് പൊരുതു. അപ്പം താഴ്വരയിൽ യോശുവ യുദ്ധം ചെയ്യുമ്പോൾ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ എവിടെ നിൽക്കുന്നത്? കുന്നിൻ മുകളിലാണ്. ഈ പഴയ നിയമത്തിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. മോശ 40 രാവും 40 പകലും എവിടെ ആയിരുന്നു? സീനായി പർവ്വതത്തിലായിരുന്നു. അവിടെ വെച്ചാണ് 10 കൽപ്പനകളും ന്യായപ്രമാണങ്ങളൊക്കെ കൊടുത്തത്. ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്കെന്ത് ചെയ്തു? പ്രകാശിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ മക്കളൊക്കെ ചില ദിവസങ്ങൾ കുടുംബത്തെയൊക്കെ വേർവിട്ട്, കുടുംബത്തെ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, കുടുംബത്തെയൊക്കെ വേർവിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകത്തോടെ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാനിടയായി. ഇവിടെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി പിടിച്ചുകൊണ്ട് നിന്നു. പ്രമാണം, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ താന്നുപോയാൽ ആര് ജയിക്കും? അമാലേക്കർ ജയിക്കും. ദൈവത്തിന് സ്തോത്രം. അതെ, മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അഹരോനും ഹൂരും ഓടിച്ചെന്ന് കല്ലുകൾ വെച്ച് അതിലിരുന്നിട്ട് ഈ കരങ്ങളെ താങ്ങി നിർത്തി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഞാൻ അതെ കർത്താവദാസൻ പ്രിയ എബി ഓർത്ത്, ദൈവത്തിന് നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞ് കർത്താവിന് വേല ചെയ്യുമ്പോൾ നിങ്ങൾ ആ കരത്തിന് താങ്ങ് കൊടുക്കണം.
കർത്താവിന് വേലയ്ക്ക് വേണ്ടി നിന്റെ തലമുറകൾ ഇറങ്ങുമ്പോൾ ആ കരത്തിന് താങ്ങ് കൊടുക്കണം. എന്റെ പ്രയർ മൗണ്ടൻ, പ്രാർത്ഥനയുടെ കുന്നിൽ നീ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വടി ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ജയിക്കുന്നത്. നിന്റെ ഭവനാന്തരീക്ഷങ്ങളിൽ പ്രാർത്ഥന ഉയരുമ്പോൾ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന ഉയരുമ്പോൾ, നിന്റെ സമാധാനങ്ങളിൽ പ്രാർത്ഥന ഉയരുമ്പോൾ അവിടെ അമാലേക്കർ തോൽക്കുവാനിടയായിത്തീരും. താഴ്വരയിൽ ദൈവീയ പ്രവർത്തനങ്ങൾ ശക്തമാകണമെങ്കിൽ കുന്നിൻമോളിൽ ദൈവത്തിന്റെ വടി മോശ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. ഒരാൾ താഴ്വരയിൽ യുദ്ധം ചെയ്യുമ്പോൾ 3 പേര് കുന്നിൻമോളിൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒത്തിരി പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയുടെ ആത്മാവിൽ കർത്താവേ, കുന്നിൻമോളിൽ ലവ് ആർമിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഓപ്പറേഷൻ അഗപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അത് വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാര ശക്തികളെയും ആത്മാമണ്ഡലങ്ങളിൽ വെട്ടി പ്രാർത്ഥിച്ച് ആ ശത്രുവിന്റെ തന്ത്രങ്ങളെ അത് തകർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഓപ്പറേഷൻ മോനസ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ലവ് ആർമി ക്രൂസിന്റെ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടാൻ ചിലർ കുന്നിൻമോളിൽ ദൈവസന്നിധിയിൽ നിന്നെ മതിയാകൂ. അതേ മാതാവേ, നീ നിൽക്കുന്നതാണ് ചില ശുശ്രൂഷയുടെ ഒക്കെ അനുഗ്രഹം. ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടുണ്ട്. അമേരിക്കയിൽ ഒരു മനുഷ്യൻ വഴികരിയിൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുവഴിയായി പോയ പലരും അവനെ കണ്ടിട്ട് മരിച്ചു കിടക്കുന്നു പറഞ്ഞ് കടന്നുപോയി. ഒരു ദൈവദാസൻ അവനെ കണ്ടിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പുറകോട്ട് ചെന്ന് അവനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ മനുഷ്യൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് തന്റെ ആലയത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ അവിടെ താമസിപ്പിച്ച് സുവിശേഷം പറഞ്ഞ് അദ്ദേഹം രക്ഷയിലേക്ക് വന്നു. ഡ്രഗ്സിനും ഒക്കെ അടിമയായി കഴിഞ്ഞ ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ മരണമുഖമുഖമായി കണ്ടതാണ്, മരിച്ചുവെന്ന് ലോകം ഞങ്ങൾ എന്നെ വിധി എഴുതാണ്. എന്നാൽ എന്റെ അമ്മ ചില വർഷങ്ങളായി ഞാൻ രക്ഷിക്കപ്പെടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ അമ്മ മരിച്ചുപോയി. എന്റെ അമ്മ മരിച്ചെങ്കിലും എന്റെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നീ അതേ ജീവിതത്തിൽ അതേ മാറ്റപ്പെട്ടാലും നിന്റെ പ്രാർത്ഥന മരിക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അതേ പ്രാർത്ഥനയാൽ വൻകാര്യങ്ങൾ നടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതേ അമാലേക്കിന്റെ ശക്തിയെ, 14-ാമത്തെ വാക്യം, അതേ അമാലേക്കിന്റെ ശക്തിയെ ആകാശത്തിന് കീഴ്ന്ന് മായ്ച്ചു കളഞ്ഞു. അന്ധകാരത്തിന്റെ കോട്ടകൾ നമ്മുടെ ദേശത്ത് തകരണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന കുന്നിൻമോളിൽ, ഞാൻ കുന്നിൻമോൾ എന്നല്ല പിന്നെയും പറയുന്നത്, പ്രാർത്ഥനയാകുന്ന കുന്നിൻമോളിൽ നിൽക്കുമ്പോൾ താഴ്വരയിൽ ചിലർ വിടുവിക്കപ്പെടൂ, ചില കർത്താവിനെ സ്നേഹിപ്പാനിടയായിത്തീരും. നിന്റെ പ്രാർത്ഥന ഒരിക്കലും മരിച്ചു പോകത്തില്ല. ഈ കരം ഉയർത്തിക്കാട്ടെ, പ്രാർത്ഥന ഉയർന്നാട്ടെ. ഉയർന്ന മലയുടെ അനുഭവത്തിൽ നീ പ്രാർത്ഥിച്ചാല് താഴ്വരയിൽ ചില അത്ഭുതം നടക്കും. നിന്റെ തലമുറയുടെ മേൽ ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. ഞാൻ വേഗത്തിൽ പോകട്ടെ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 42-ാമത്തെ വാക്യം, ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യുന്നതിനായി മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൽ, അതെ പർവ്വതത്തിൽ മുകളിൽ കയറി നിലത്ത് മുഖം കുനിഞ്ഞ്, മുഴുകാലുകളുടെ നടുവിൽ മുഖം കുനിച്ച് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ചു. ആഹാബിന് നീ നോക്കാം, ഒന്നും കാണുന്നെന്ന് പറഞ്ഞു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിന് സ്തോത്രം, അതെ വലിയ മഴയുടെ മുഴക്കം ഞാൻ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. വലിയ മഴയുടെ മുഴക്കം കേട്ട ഞാൻ ഒരു കാര്യം പ്രസ്താവിക്കട്ടെ, ഇന്ത്യ ഉണർത്തപ്പെടും, ലോകരാജ്യങ്ങൾ ഉണർത്തപ്പെടും. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ കയറി മുഴങ്കാലുകളുടെ നടുവിൽ മുഖം കുനിച്ച്, മുഴങ്കാലിടയിൽ മുഖം കുനിച്ചിട്ട് ഏലിയാവ് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. ബാല്യക്കാരൻ പറഞ്ഞു, ഒന്നും കാണുന്നില്ല.
ചില ദൈവദാസന്മാർ പറയും, ഓ ഈ പ്രാർത്ഥനയൊക്കെ നടന്നിട്ട് ഒന്ന് പിന്നെയും അവര് കയറിയല്ലോ, അല്ലെങ്കിൽ ഇന്ന സംഭവിച്ചിട്ടല്ലോ. ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ 7 പ്രാവശ്യം എന്ത് ചെയ്തു? ഇങ്ങനെ ചെയ്തു. ദൈവത്തിൽ 7-ാം പ്രാവശ്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കൈപ്പത്തി പോലൊരു മേഘം ഞങ്ങൾ കാണുന്നു പറഞ്ഞു. വലിയ മഴയുടെ മുഴക്കം ആരാ കേട്ടത്? പ്രാർത്ഥിക്കുന്നവരാ കേട്ടത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥി ദൈവത്തിന്റെ പൈതല്, നിനക്കാണ് ദർശനം തന്നത്, നിനക്കാണ് ശുശ്രൂഷ തന്നത്. നീ പ്രാർത്ഥിച്ചാല് ദൈവത്തിന്റെ സ്തോത്രം. ആ മഴ മുഴക്കം കേട്ട നിന്റെ കാതുകളിലാണെങ്കിൽ ആ മുഴക്കം പെയ്തിറങ്ങുവാൻ നീ കുന്നിൻ മുകളിൽ കർമ്മേൽ പർവ്വതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വൻമഴ ചൊരിയുവാനിടയായി. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കും. യെശയ്യാപ്രവചനം 40-ന്റെ 26-ാമത്തെ വാക്യം. നിങ്ങളുടെ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ. ഞങ്ങൾ എല്ലാവരും എടുത്ത് വായിക്കെങ്കിൽ നന്നായിരിക്കും. നിങ്ങളുടെ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചവൻ ആർ? അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യ മാഹാത്മ്യ നിമിത്തം, അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തം അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. ഞാൻ എല്ലാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവസാനത്തെ വാക്യം, അതെ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ. ഇന്ന് രാത്രി ദൂത് ഞാൻ പറയട്ടെ, നിന്റെ മനസ്സിൽ ചില ക്ഷീണങ്ങൾ ഉണ്ടെങ്കിൽ, നിന്റെ ശരീരത്തിൽ ചില ക്ഷീണങ്ങൾ ഉണ്ടെങ്കിൽ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്നു. എന്ത് ചെയ്യണം? നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കണം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർ ശക്തി കൊടുക്കും, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ബലമില്ലെന്ന് തോന്നുകയാണെങ്കിൽ കർത്താവ് ബലം തരും. നമ്മൾ പലപ്പോഴും പറയും, എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നതിന് ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോകുന്നു. യാക്കോബേ, നീ ഇങ്ങനെ പറയുകയും ഇസ്രായേൽ സംസാരിക്കുന്നത് നീ അറിഞ്ഞുകൂടാകയോ? യഹോവ കേട്ടിട്ടില്ലയോ? അവൻ ഭൂമിയുടെ അതികളെ സൃഷ്ടിച്ചവൻ, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല. ഹല്ലേലൂയ! എന്റെ യേശു ഒരിക്കലും ക്ഷീണിച്ചില്ല, അവൻ തളർന്നു പോകുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരിടറി വീഴും. ഒത്തിരി യോദ്ധാക്കളൊക്കെ, ഒത്തിരി മിടുക്കന്മാരൊക്കെ തളർന്നു വീഴും. എന്നാൽ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ, ഈ സൂമില് ഈ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞാട്ടെ, വീഡിയോ ഓൺ ചെയ്ത്, അൺമ്യൂട്ട് ചെയ്യണ്ട, വീഡിയോ ഓൺ ചെയ്തിട്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ നീ ഉയർന്ന അനുഭവത്തിൽ പോയി കർത്താവിനോട് ചേർന്ന് ആ കർത്താവ് ആറയിൽ അഭയം പ്രാപിച്ചിട്ട് ചില നാളുകൾ കഴിയുമ്പോൾ പുതിയ നഖം കിട്ടും, പുതിയ ചിറക് കിട്ടും. തന്റെ മേൽ ഒത്തിരി പറന്ന ഈ കഴുകന്റെ മേൽ പുതിയ ശക്തി കിട്ടും. എവിടാ? പാറയിൽ അഭയം പ്രാപിക്കുമ്പോൾ. ചില ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പറയും, കാത്തിരുന്നവർ ശക്തിയെ പുതുക്കി കഴുകനെ പോലെ, കരകളുയർത്തി പറഞ്ഞാട്ടെ, കഴുകനെ പോലെ ചിറകടിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഉയർന്ന അനുഭവത്തിലിരിക്കുമ്പോൾ ചില ചിറകുകൾ നിന്റെ മേൽ തന്ന്, ചില പുതിയ അനുഭവങ്ങൾ തന്ന്, പുതിയ ശക്തി തന്ന് നിന്നെ ഉയരത്തിൽ പറപ്പിക്കുവാൻ, എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലങ്ങളുടെ ഉയരത്തിൽ നിന്നെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ കർത്താവദാസൻ പ്രിയ ബിൽസംബാസെ ഓർത്ത് കർത്താവദാസന്റെ പ്രാർത്ഥന. പ്രിയ കുഞ്ഞുങ്ങൾ, ഈ സൂമിലായിരിക്കുന്ന എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം അനുഗ്രഹീതരായിട്ടുള്ള പ്രാർത്ഥന മനുഷ്യനാണ്. ഞാനൊരു കാര്യം കുറിച്ചിട്ട് പറയാം.
ദൈവം നിങ്ങളെ ഭൗതികമായി ഉയർത്തുന്നല്ല പറഞ്ഞത്, ആത്മീയമായി കർത്താവ് നിങ്ങളെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. നമുക്കത് മതി. കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം മതി, ആ കൃപ മതി, കർത്താവിന്റെ ആ സാന്നിധ്യം മതി. അത് കാത്തിരുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ക്ഷീണിക്കാതെ, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നമുക്കിങ്ങനെ കർത്താവേ അങ്ങടെ വരവരേ, അതല്ല എന്റെ മരണം വരെയും ഓടുവാൻ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും എനിക്ക് കൃപ തരണം. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, കർത്താവ് എന്നെ കിടപ്പിലാക്കരുത്, നല്ല ഓട്ടത്തിൽ എന്നെ എന്നെ നിത്യത്തിലേക്ക് വിളിക്കണമേ, എന്നെ കർത്താവ് ചേർക്കണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾ പറയണം, ഞാൻ വയസ്സായി, എനിക്ക് വയ്യാതെന്ന് പറയരുത്. I am strong. കർത്താവിന്റെ കൃപയാൽ I am strong. കർത്താവിന്റെ കൃപയാൽ ഞാൻ ശക്തിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നിനക്ക് ബലം തരും, ഒരു പുതിയ ബലം നിന്റെ മേൽ തരും. അതെ, നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അവർ മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയപ്പോൾ. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പർ റൂം എന്നാണ് അത് മറ്റൊരു നിലയിൽ പഠിച്ചാൽ പറഞ്ഞാൽ, അതൊരു മാളിക മുറിയിൽ എല്ലാവരും എന്ത് ചെയ്തു? ഒന്നാമത്തെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അപ്പർ റൂമിൽ ഒന്നിച്ചു കൂടിയപ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി, വീട് മുഴുവൻ നിറച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ദൈവസന്നിധിയിൽ അപ്പർ റൂമിൽ ഇരിക്കുമ്പോൾ, മാളിക മുറിയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ, ഉയർന്ന അനുഭവത്തിൽ ഇരിക്കുമ്പോൾ, ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ചുകൂടി ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, എന്ത് ചെയ്തു? അഗ്നിജാലം പോലെ നമ്മുടെ പഴയ ഭാഷയൊക്കെ മാറട്ടെ, പഴയ അന്യഭാഷ, പുതിയ അന്യഭാഷ അല്ലെങ്കിൽ പുതിയ ഭാഷ വരെ നമുക്ക് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. അവർ എന്ത് ചെയ്തു? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വ്യാഖ്യാനം വരട്ടെ, അതേ പ്രവചനം വരട്ടെ, വെളിപ്പാട് വരട്ടെ, നമ്മുടെ മേൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ഉണ്ടാകട്ടെ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമോ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? പ്രവചിക്കുവാനിടയായിത്തീരോ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വൃദ്ധന്മാർ കടലെ കിടക്കുമെന്നാണ് പറഞ്ഞത്. കടലെ കിടന്നുകൊണ്ടാണെങ്കിൽ അവർ എന്ത് ചെയ്യും? സ്വപ്നങ്ങളെ കാണും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉയർന്ന അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, മാളിക മുറിയുടെ അനുഭവങ്ങളിൽ അഗ്നിജാല പോലെ പിറന്നിരിക്കുന്ന നാവുകൾ അവർക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. നമുക്ക് ഈ ദിവസങ്ങളിൽ, ചില ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്നിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം മതി. ഞാൻ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നു, കർത്താവേ, ജീവിതത്തിൽ ആരെല്ലാം മറന്നാലും കർത്താവ് മറക്കത്തില്ല. കർത്താവ് കൂടെയുണ്ട്. കർത്താവിന് വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവനൊരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ആര് മറന്നാലും ആര് ഉപേക്ഷിച്ചാലും കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. അവനൊരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എന്ത് ചെയ്തു? അവരുടെ വീട് മുഴുവൻ നിറച്ചു. നമ്മുടെ വീട് എന്തോടെ നിറയ്ക്കണ്ടേ? സാധനം കൊണ്ടല്ല, സാധനം കൊണ്ട് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം. ആ പ്രാർത്ഥനാ മുറിയിൽ, ഇതെന്റെ പ്രാർത്ഥനാ മുറിയാ, ഇതെന്റെ അപ്പർ റൂമാ, എന്റെ വീടിന്റെ 2-ാമത്തെ നിലയിലുള്ള അപ്പർ റൂമാ, ഇതെന്റെ പ്രാർത്ഥനാ റൂമാ. അതിന് അപ്പുറമായിട്ടൊരു പ്രയർ ടവർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കും ഇതിന്റെ ഫ്രണ്ടിലോട്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ദിവസമുള്ള ദൈവദാസന്മാര് പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഒറ്റ ആഗ്രഹമുള്ളൂ, പ്രാർത്ഥിക്കുക. മരുമലയുടെ അനുഭവങ്ങൾ, ഉയർന്ന മലയുടെ അനുഭവങ്ങൾ, കർത്താവിനോട്, കർത്താവിനെ നമ്മൾ കൂട്ടണ്ട, കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് ചില ഉയർന്ന മലയുടെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട് ആത്മാവിന്റെ അഭിഷേകത്താല്, അതേ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അഭിഷേകത്താൽ നിറയപ്പെടുവാനിടയായിത്തീരോ. നമ്മുടെ ഉള്ളങ്ങളെ ഈ അത്യന്ത ശക്തിയാൽ കർത്താവ് നിറയ്ക്കട്ടെ. പോരാ 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 പോരാ. ദൈവത്തിന്റെ കൃപയുടെ
ഒരഭിഷേകം നമുക്ക് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പാടാറുണ്ടല്ലോ, മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ട് കടപ്പാൻ വഹിയാതെ വണ്ണം ആത്മനദിയിൽ എനിക്ക് എന്ത് ചെയ്യണം? നീന്തി തുടിക്കണം. അത് നരിയാടിയോളമല്ല, മുട്ടോളമല്ല, ദൈവത്തിന് സ്തോത്ര, അരയോളമല്ല നീന്തിട്ട് കടപ്പാൻ വഹിയാതെ വണ്ണം ആത്മനദിയിൽ നീന്തി തുടിക്കണം. അത് ദൈവം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ചോദിക്കുമ്പോൾ നിനക്കറിയാം, അസ്ഥിയോട് ചേർന്നു മാംസം നരമ്പ് പിടിച്ചു, അതിന്മേൽ ജീവശ്വാസം ഊതിയപ്പോൾ അത് ജീവനുള്ളതായി തീർന്നു, അതൊരു വലിയ സൈന്യമായി തീർന്നു. ഇന്ന് രാത്രിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ചില അസ്ഥി താഴ്വരകളിൽ ദൈവാത്മാവിന്റെ ആ ജീവൻ പകർന്നപ്പെട്ട് ദൈവം പകർന്ന് അവിടെയെല്ലാം ഒരു അഭിഷേകം പകരട്ടെ, ഒരു വലിയ ഉണർവ് ദൈവം പകരട്ടെ, ഒരു വലിയ സൈന്യം ഇന്ത്യയിൽ എഴുന്നേൽക്കട്ടെ, ഒരു പ്രാർത്ഥനാ സൈന്യം ഇന്ത്യയിൽ എഴുന്നേൽക്കട്ടെ. ശുശ്രൂഷ വൃന്ദങ്ങൾ ഒരു സൈന്യമായി ഇന്ത്യയിൽ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ അത് പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആകയാൽ നബി ഒന്ന് വായിച്ചു സഹായിച്ചാട്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കാൻ സാഹചര്യം വായിച്ചാട്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാന് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, വേഗം എഴുന്നേക്കാൻ പറഞ്ഞു അല്ലേ? ശിഷ്യന്മാർ താഴ്വണം പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ പോയതുകൊണ്ടാണ്, ക്രിസ്തുവിനോടുകൂടെ സ്നാനത്താൽ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നാം ഇനി ഉയർത്തെടുക്കുന്നത് ജീവന്റെ പുതുക്കത്തില. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, നമ്മള് ഉയർത്തെഴുന്നേറ്റവരെല്ലാം കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ കർത്താവിനോടുകൂടെ എന്ത് ചെയ്തു? ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു. രണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? ഈ ലോകത്തിലെ ഇന്ന് രാവിലെ എനിക്ക് ഷുഗർ പേഷ്യന്റ്, ഞാൻ സാധാരണ ഒരു 8 മണി 9 മണിയാകും. ഇന്ന് രാവിലെ 4:30 കൂടെ ഇരിക്കാൻ തുടങ്ങിയതാണ്. ഉച്ചയായപ്പോൾ അതാണ് ഇറങ്ങിച്ചത്. എനിക്ക് ഒരു വിശപ്പും ഉണ്ടായില്ല. സ്തോത്രം. അല്ല, ഞാൻ 8:30 കഴിക്കാൻ ഇറങ്ങിപ്പോന്ന. ഞാൻ ഓർപ്പിക്കട്ടെ, ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? നമ്മള് ഈ കപ്പയും മാങ്ങായും ചക്കയും ചിലർ പറയും, ചിലർ പറയും കാണുമ്പോൾ കഴിച്ചു. അവർക്ക് എപ്പോഴും കഴിപ്പിന്റെ കാര്യമാണ്. എന്തോ കഴിച്ചു, എന്തുവായിരുന്നു അവിടെ? യോഗത്തിന് പോയിട്ട് ചിക്കനും ബിരിയാണി ആയിരുന്നോ? അപ്പൊ എല്ലാം ഭൂമിയിലുള്ളത് ചിലതൊക്കെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഉയരത്തിന്റെ അനുഭവങ്ങൾ, ഉയരത്തിലേക്ക് പോകണം, ആത്മീയ ഉയരത്തിലേക്ക് പോകണം. നിങ്ങൾ ഭൂമിയിലാണ് നിങ്ങൾ വസിക്കുന്നെങ്കിലും നിങ്ങളെ എവിടെ ഇരുത്തിയിരിക്കുന്നത്? ഫിലിപ്പിയർ പറയുമ്പോൾ നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചിന്താമണ്ഡലങ്ങളും ആത്മമണ്ഡലങ്ങളും എല്ലാം എന്ത് ചെയ്യണം? ഈ ഭൂമിയിലാണ് നിങ്ങൾ കിടക്കുന്നെങ്കിലും ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ആത്മാവും മനസ്സും എല്ലാം എവിടെ ആയിരിക്കണം? ഉയരത്തിലായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചില ദിവസം ഉപയോഗിച്ചപ്പോൾ ഞാനിങ്ങനെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ ബോഡി അവിടെ കിടപ്പുണ്ട്, എൻ്റെ ആത്മാവിനെ ദൈവം കൊണ്ടുപോയി സ്വർഗത്തിൽ ഒത്തിരി കാഴ്ച കാണിച്ചു. ഞാൻ തന്നെയാണ് വിശ്വാസം വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാം എതിരായി. കർത്താവ് എന്നെ ആ കാഴ്ച കാണിച്ചുകൊണ്ട് ഞാൻ വിശ്വാസം എന്നാലേ ഞാൻ പുറകോട്ട് പോയിന്. ദൈവത്തിന് സ്തോത്രം. ഉയരത്തുള്ള തന്നെ അന്വേഷിപ്പീൻ. 3, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ള തന്നെ. നിങ്ങളൊന്ന് അടിവര ഇട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ ആ വാക്യത്തിലുണ്ടേ, ഭൂമിയിലുള്ളതല്ല. അതാണ് മാർത്ത പലതിനെച്ചൊരു വിചാരപ്പെടുമ്പോൾ മറിയ എന്ത് ചെയ്തു? ഉയരത്തിലുള്ളതിനെ തന്നെ ചിന്തിക്കണം. നമ്മുടെ ബ്രെയിൻ മുഴുവൻ എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നല്ല, എൻ്റെ പിള്ളേരെ എങ്ങനെ അമേരിക്ക വിടാമെന്നുള്ളതല്ല. എൻ്റെ ചിന്തകൾ മുഴുവൻ എന്താണ്?
ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ള തന്നെ ചിന്തിക്കണം. ചിന്തിക്കുന്നതാണ് ബ്രെയിനിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ് ഔട്ട്കമായിട്ട് വരുന്നത്. എന്ത് ചിന്തിക്കുന്നോ അതെന്ത് ചെയ്യും? ആക്ഷനായിട്ട് വരും. എന്ത് ഇൻപുട്ട് ചെയ്യുന്നു അതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ, എന്റെ സമയം ഇവിടെ തീരാറായതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നു. ജോണിക്കോട്ടി പാസ് മരിച്ചെന്നേ, ആ ജീവൻ എവിടെ മറഞ്ഞിരിക്കുന്നു? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇവിടെ പല ദൈവദാസന്മാര്, എനിക്ക് എല്ലാവരെയും ഒന്നും അത്ര പരിധിയില്ല. എബി മരിച്ച് എവിടെ ജീവൻ മറഞ്ഞിരിക്കുന്നു? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവൻ എവിടെ മറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു സന്തോഷമുള്ള കാര്യം, ദൈവത്തിന് സ്തോത്രം, ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അതെ, നിങ്ങളും അവനോടുകൂടെ തേജസ്സിലെടുക്കപ്പെടും. അപ്പൊ ഉയരത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ, ഉയരത്തിലുള്ളതിനോട് ചേർന്നിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവനായ അതെ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ, നീ മരുമലയുടെ അനുഭവത്തിൽ ഉയരത്തിന്റെ അനുഭവം ഇരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഏലിയാവിനെ പോലെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഇരിക്കുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഇനി ജീവിക്കും ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ജീവിക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അതെ, നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടും. നമ്മുടെ പ്രത്യാശ തേജസ്സിൽ എടുക്കപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, അത് അവൻ വെളിപ്പെടുമ്പോൾ, യേശു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അവിടെ പറയുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവനാര ക്രിസ്തുവിൽ. നിങ്ങളുടെ ജീവനാരാ? യേശു. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ്. എന്റെ ജീവൻ ക്രിസ്തുവാണ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ നിത്യതയിൽ ചെല്ലുവാൻ, കർത്താവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ആ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു സുദിനമുണ്ട്. ഇന്ന് രാത്രി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉയർന്ന മലയുടെ അനുഭവങ്ങൾ, ഉയർന്ന അനുഭവങ്ങൾ, ഉയരത്തിലെ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, മലയിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഹൈ മൗണ്ടൻ, ഉയരത്തിലേക്ക് പോകണം. കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ഉയരണം. കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് കർത്താവിലേക്ക്, ഉയരത്തിലേക്ക് ഉയരുമ്പോൾ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടും. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. തേജസ്സിൽ വെളിപ്പെടുവാൻ നമുക്കതിനായി കാത്തിരിക്കാം. ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. അടുത്ത ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതെ 5:30 തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കണം. പ്രാർത്ഥനാ ഭാരമുള്ളവരെ നിങ്ങൾ അറിയിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അവസരം തന്ന കർത്താവദാസിനോടും ലവാർമി ക്രൂസിനോടും അതെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ലവാർമി ക്രൂസിലെ വിഷയമാണ്. നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്.